കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിതുരയിൽ നിന്നും ജലജ ഗിരീഷാണ്. സിസ്റ്റർ നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് സിസ്റ്റർ മകൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കണം, മകൻ ആരോഗ്യത്തോടു കൂടി ആയിരിക്കണം, അതുപോലെ തന്നെ മകൾക്ക് സ്വന്തമായൊരു ഭവനം ഉണ്ടാകണം. ഒരു നിമിഷം അതിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സിസ്റ്ററേയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ, കർത്താവെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് മകനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മകൻ്റെ കണ്ണിന് കാഴ്ചയുണ്ടാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ മകൻ ആരോഗ്യത്തോടു കൂടി ആയിരിക്കട്ടെ അപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. മകളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭവനം ഉണ്ടാവട്ടെ അപ്പാ. കുടുംബം മുഴുവനും ദൈവശ്രേയത്താൽ നിറയപ്പെടട്ടെ അപ്പാ. കർത്താവെ, അവിടുത്തെ അനുഗ്രഹത്താലും നന്മകളാലും ഈ കുടുംബം നിറയട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമ്മൾ ഇന്ന് കേൾക്കാനായി പോകുന്നത് ശാപത്തെക്കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അത് തന്നെയാണ് കേൾക്കുവാനിടയായി തീർന്നത്. ശാപത്തിന് കാരണമായ പ്രവൃത്തികൾ എന്തൊക്കെയാണ്, ദൈവവചനം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഞാൻ ഒന്നാമത്തെ പ്രധാന ആളുകളെക്കുറിച്ച് സംസാരിച്ചു. ശാപത്തിന് കാരണമാകുന്ന ഒരു കാരണമാണ് ഞാൻ തൊട്ടത്, അപ്പനോടും അമ്മയോടുള്ള ബന്ധം. ആ ബന്ധം നഷ്ടപ്പെട്ട ആളുകൾ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ ക്രമീകരിച്ചാട്ടെ. വിശ്വാസിയായിട്ട് രോഗം മാറുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പനോ അമ്മയോടുള്ള ബന്ധം അത് ശരിയല്ലാത്ത വിധത്തിലാണ് എങ്കിൽ ക്രമീകരിച്ചാട്ടെ. അല്ല, രോഗങ്ങൾ ഏതെങ്കിലും ഉള്ളവർ അതിൻ്റെ കാരണം ഇത് തന്നെയാണോ എന്ന് പരിശോധിച്ചാട്ടെ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മുകളിൽ ദൈവം വെച്ചിട്ടുള്ള അധികാരമാണ്. അതുകൊണ്ട് വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൽ ഒരു വാചകം എടുക്കാം നമുക്ക്. 31-32 വാചകം. എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോട് ഇരിക്കരുത്. എൻ്റെ പക്കൽ നിന്റെ വക വല്ലതുമുണ്ടെന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണുക നോക്കി എടുക്കുക എന്ന് ഉത്തരം പറഞ്ഞു. റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല. റാഹേൽ അപ്പൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ വിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. എന്നിട്ട് ആ മോഷ്ടിച്ച വിഗ്രഹങ്ങളുടെ മുകളിൽ അവൾ കയറിയിരിക്കുകയാണ്. വേദപുസ്തകം പറയുക, അവൾ ചെയ്തതറിയാതെ യാക്കോബ് തൻ്റെ ഭാര്യമാരോ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ജീവനോട് ഇരിക്കരുത് എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്. സൗരങ്ങളെ, പിന്നീട് നമ്മൾ കാണുന്നത് റാഹേൽ ആ യാത്രയിൽ മരിച്ചുപോയി. ഞാൻ ആ വാചകം വായിക്കുമ്പോഴൊക്കെ ചിന്തിക്കും, യാക്കോബിന് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയാണ്. യാക്കോബ് അവൾക്ക് വേണ്ടി 7 വർഷം ജോലി ചെയ്തതാണ്. അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ യാക്കോബ് തയ്യാറാണ്. അത്രയും സ്നേഹിച്ചതാണ് അവളെ. പക്ഷേ യാക്കോബിനെ അവളെ നഷ്ടമായി. എന്തുകൊണ്ടായിരിക്കും യാക്കോബിന് അവളെ നഷ്ടമായത്? തൻ്റെ ഭാര്യയാണ് അത് എടുത്തതെന്നറിയാതെ തൻ്റെ ഹസ്ബൻഡ്, തൻ്റെ ഭർത്താവാകുന്ന യാക്കോബ് ശാപത്തിൻ്റെ വാക്കുകൾ പറയുക, നീ ആ വ്യക്തി മരിച്ചു പോകും. സൗരങ്ങളെ, അധികാരങ്ങൾക്ക് കീഴടങ്ങും. അതുകൊണ്ട് പൗലോസ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. എന്ത് ചെയ്യണം? സ്വന്തം ഭർത്താവിന് കീഴടങ്ങണം. ഏതുപോലെ? സ്വന്തം കർത്താവിനെന്നതുപോലെ.
കർത്താവിൻ്റെ അധികാരത്തിന് ഞാനും നിങ്ങളും കീഴടങ്ങുന്നത് പോലെ ഭർത്താവിൻ്റെ അധികാരത്തിന് ഞാനും നിങ്ങളും കീഴടങ്ങണം. ഭർത്താവ് നിങ്ങളുടെ മുകളിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നതാണ്. അടുത്ത വാചകം, ക്രിസ്തു ശരീരത്തിന് രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭാര്യയോട് പറയുക, നിന്റെ തലയാണ് ഭർത്താവ്. പത്രോസിന്റെ ലേഖനം വായിക്കുന്നത്, അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ച് അവർ അനുസരിച്ചു വന്നു എന്ന്. നിന്റെ ഭർത്താവിനെ നീ ബഹുമാനിക്കണം. നീ ഭർത്താവിനെ നോക്കിയിട്ട് കോന്തൻ, ഒരു വിവരമില്ലാത്ത കഴിവില്ലാത്ത മനുഷ്യൻ, നിങ്ങൾ അവിടെ ഇരുന്നോ മനുഷ്യ. ഞാൻ പല വീടുകളിലും പെൺഭരണം നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിൽ അതിന് പറയുന്നത് പെടക്കോഴിയാണ് ആ വീട്ടിൽ കൂവുന്നത്, കളിയാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. സൗഹൃദങ്ങളെ, ആ വീട് അനുഗ്രഹിക്കപ്പെടുന്നതോ നന്മയിൽ വരുന്നതോ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഭർത്താവിനെ ദൈവം ആക്കിയിരിക്കുന്നത് അധികാരിയായിട്ടാണ്. അവൻ്റെ വായിൽ നിന്ന് തെറ്റായ വാക്കുകൾ വന്നാൽ അത് ആ വീട്ടിനകത്ത് ഭവിക്കും. കാരണം ഭർത്താവിനെ ദൈവം ഭവനത്തിനകത്തെ പ്രവാചകനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഭർത്താക്കന്മാരെ, നിങ്ങൾ നല്ല വാക്കുകൾ പറഞ്ഞാട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി, നിങ്ങളുടെ ഭാര്യയെ നോക്കി, നിന്റെ കുടുംബാംഗങ്ങളെ നോക്കി, നന്മ വസ്തുവകളെ നോക്കിയിട്ട് രക്ഷപ്പെടില്ല എന്നല്ല പറയേണ്ടത്, നല്ല വാക്കുകൾ പറഞ്ഞാട്ടെ. രണ്ടാമത്തെ കാര്യത്തിൽ നിന്ന് മൂന്നാമത്തതിലേക്ക് വരികയാണ്. മൂന്നാമത്, ദൈവം അധികാരപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. ദൈവം അധികാരപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ആരാ? ഇന്ന് വേദപുസ്തകം റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം വായിക്കുന്നത്, സകല അധികാരങ്ങളും ദൈവത്താൽ ഉള്ളവായെന്ന്. അവരുടെ അധികാരങ്ങൾക്ക് കീഴടങ്ങുവാനാ വേദപുസ്തകം പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഇന്നത്തെ പോലെ ഓർമ്മിക്കുന്നു, ഒരിക്കലേ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഫാമിലി എൻ്റെ അടുക്കൽ വന്നു. അവർക്ക് 3 പെൺപിള്ളേരാണ് ഉള്ളത്. 3 പെൺകുട്ടികൾക്കും മാനസിക രോഗമാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോ, എത്ര വേദനാജനകമായിരിക്കും. ഞാൻ ആ 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഡെലിവറൻസ് ക്യാമ്പിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾ കൂടെ ഉണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പേര് കർത്താവ് തന്നു. ജോൺസൺ എന്നായിരുന്നു പേര്. ഞാൻ ആ മാതാവിനോട് ചോദിച്ചു, പിതാവിനോട് ചോദിച്ചു, ജോൺസൺ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? അവരെ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. ഞാൻ രണ്ടാമത് ചോദിച്ചു, ജോൺസൺ എന്ന വ്യക്തിയുമായിട്ടുള്ള ഏതോ ഒരു കാരണം, അല്ലെങ്കിൽ ആ ജോൺസൺ എന്ന വ്യക്തിയെ നിങ്ങൾ വേദനിപ്പിച്ചതിൻ്റെ കാരണമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് മാനസിക രോഗം വരാനുള്ള കാരണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനൊരു കാര്യമൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഉണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അതിരായിരുന്നു ഒരു CSI പള്ളി. ആ പള്ളിയിലെ പ്രധാന വ്യക്തിത്വമായിരുന്നു എൻ്റെ ഭർത്താവ്. അന്ന് അപ്രാവശ്യം വന്ന വൈദികൻ, ആ വൈദികനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഇടർച്ചയുണ്ടായി. ആ ആൻറ്റി പറയുക, ആ വൈദികനെ അവിടുന്ന് പുറംചാടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പല കള്ളത്തരത്തിലുള്ള കരുക്കളും ഈ മനുഷ്യൻ കുരുക്കി. അവസാനം പള്ളിയിൽ നിന്ന് ആ അച്ഛന് പോകേണ്ടി വന്നു. ആ സ്ത്രീ എന്നോട് പറഞ്ഞത്, ആ അച്ഛൻ കരഞ്ഞുകൊണ്ടാണ് ആ പള്ളിയുടെ പടിയിറങ്ങിയത്. ജയിച്ചു എന്ന മനോഭാവമായിരുന്നു അയാൾക്ക്, ആ ഭർത്താവിനുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ആ തലമുറ അനുഭവിക്കുന്നത് ആ 3 പെൺകുട്ടികളും മാനസിക രോഗികളാണ്. എനിക്ക് കേട്ടപ്പോൾ വളരെ വേദന തോന്നി. ഞാൻ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞു, ആ അച്ഛൻ എവിടെയാണ് ഉള്ളതെങ്കിൽ അവിടെ പോയിട്ട് അദ്ദേഹത്തോട് ക്രമീകരിക്കണം. 2, ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. രക്ഷിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സൗരങ്ങളെ, നിങ്ങൾക്ക് മുകളിലാക്കിയിട്ടുള്ള അധികാരങ്ങൾ വൈദികർ, ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭർത്താവ്, അമ്മയപ്പന്മാർ, പാസ്റ്റേഴ്സ്, കന്യാസ്ത്രീകൾ, അല്ല, ദൈവിക അധികാരത്തിന് നിങ്ങളുടെ മുകളിലാക്കിയിട്ടുള്ള നേതാക്കന്മാർ. നിങ്ങൾ ആ നേതാക്കന്മാരെ മുഷിപ്പിക്കരുത്. ദൈവം മുകളിലാക്കി വെച്ചിരിക്കുന്ന, നിങ്ങളുടെ മുകളിലാക്കി വെച്ചിരിക്കുന്ന നേതൃത്വങ്ങളെ നിന്ദിക്കരുത്. ദൈവം
നിങ്ങളെ പരിപാലിക്കുവാൻ വേണ്ടി ആക്കി വച്ചിരിക്കുന്ന ഇടയന്മാരെ, അവരെ ഞെരുക്കത്തോടെ നിങ്ങളെ സേവിപ്പാൻ ഇടയാക്കരുത്. നിങ്ങളും അതിന് കണക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് പുതിയ നിയമം പറയുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞിട്ട്. സോ നിങ്ങളുടെ മുകളിലുള്ള അധികാരസ്ഥന്മാർ, അധികാരം കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഞാൻ ഇന്ന് കാണുന്നത് ദൈവമാക്കിയിരിക്കുന്ന അഭിഷക്തന്മാരെ പരിഹസിക്കുന്ന ആളുകൾ. യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും നിങ്ങൾ നോക്കിക്കേ, അത് നിറഞ്ഞു നിൽക്കുന്നേ. ഒരുപക്ഷെ ആ പാസ്റ്റർ, ആ വ്യക്തി ചെയ്ത തെറ്റായിരിക്കാം. അത് ആ തെറ്റുകൊണ്ടായിരിക്കാം ആളുകൾ പരിഹസിച്ചത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, തൻ്റെ ദാസനെ, മറ്റൊരുവൻ്റെ ദാസനെ നിന്ദിക്കാൻ നമ്മളാരാ എന്ന വേദപുസ്തകം ചോദിക്കുന്നത്. നമുക്ക് മറ്റൊരാളെ നിന്ദിക്കണ്ട. ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട്. നോഹയുടെ മക്കൾ അതിലൊരുവൻ നോഹ വസ്ത്രമില്ലാത്തവരായി കിടക്കുന്നത് കണ്ടിട്ട് മറ്റ് രണ്ട് സഹോദരന്മാരുടെ എന്ന് പറഞ്ഞു. കണ്ടത് അവൻ ശപിക്കപ്പെട്ടു എന്ന് വേദപുസ്തകം പറയുന്നു. അവൻ്റെ അപ്പൻ അവനെ ശപിച്ചു. നഗ്നനായി കിടക്കുന്നത് മറ്റൊരാളോട് പറഞ്ഞു. അവൻ ചെയ്തത് എന്താ? അവൻ കണ്ട യാഥാർത്ഥ്യം പറയുകയാണ് ചെയ്തത്. ശാപത്തിൻ്റെ കാരണം എന്താ? അവൻ കണ്ട യാഥാർത്ഥ്യം പറഞ്ഞത്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, നിങ്ങൾ ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് ചെയ്തയാളെ വിളിച്ച് പേഴ്സണലി നിങ്ങൾ ഈ പറഞ്ഞ തെറ്റാണ്, നിങ്ങൾ ഈ ചെയ്ത തെറ്റാണ്, നിശ്ചയമായിട്ട് നിങ്ങൾ ആ വ്യക്തിയോട് പറയാം. പക്ഷേ ആ വ്യക്തിയെ പരിഹസിക്കരുത്, ആ വ്യക്തിയെ നിന്ദിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ മുകളിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ നിങ്ങൾ പരിഹസിക്കരുത്, നിന്ദിക്കരുത്. അതിൻ്റെ കാരണം എന്താ? വേദപുസ്തകം പറയുക, അവർ അധികാരങ്ങളുടെ കീഴിലായിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ശാപങ്ങൾക്ക് കാരണം ഉണ്ടാകാം. ഞാനൊരു വാചകം കൂടെ വായിച്ചിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാമത്തെ വാചകം. അക്കാലത്ത് യോശുവ ഒരു ശപഥം ചെയ്തു. ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും. അതിൻ്റെ കതവ് തൊടിയിക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകുമെന്ന് പറഞ്ഞു. യോശുവ യെരിഹോ പട്ടണം പണിയുന്ന രണ്ട് കാര്യങ്ങൾ പറയുക. ആരെങ്കിലും ഇതിനെ അടിസ്ഥാനമിട്ടാൽ മൂത്ത മകൻ പോകും. രണ്ടാമത്, അതിനെ കതവ് വയ്ക്കുമ്പോൾ ഇളയ മകനും പോകും. അധികാരം കൈകാര്യം ചെയ്തവരായിരുന്നു യോശുവ. നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. 1 രാജാക്കന്മാർ 16-ാം അധ്യായം 34-ാമത്തെ വാക്യം. അവൻ്റെ കാലത്ത് ബെഥേലിനായ ഹീയേൽ യെരിഹോ പണിതു. യഹോവ നൂറിൻ്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിനെ അടിസ്ഥാനമിട്ടപ്പോൾ അവനെ അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ഷെഗുബു എന്ന ഇളയ മകനും നഷ്ടം വന്നു. യോശുവ പറഞ്ഞതുപോലെ സംഭവിച്ചു. അവൻ്റെ മൂത്ത മകനും മരിച്ചു, ഇളയ മകനും മരിച്ചു. അധികാരങ്ങൾക്ക് കീഴടങ്ങുന്ന സൗരങ്ങളെ, നമ്മുടെ വീട്ടിലെ അനർത്ഥങ്ങളുടെ പല കാരണങ്ങളും നമ്മൾ യേശുവിനെ അറിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യമാണ്. പല രോഗങ്ങളും ഇന്ന് വിട്ടുമാറാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം പിശാചിൻ്റെ വഞ്ചനയിൽ നമ്മൾ കുടുങ്ങിയതാകാം. നമുക്ക് മടങ്ങി വരാം, നമുക്ക് തിരുത്താം. സൗരങ്ങളെ, നിങ്ങളുടെ ലൈഫിൽ വന്ന അനർത്ഥങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്ത ശാപം നിമിത്തമാണ് എങ്കിൽ, നിങ്ങൾ ചെയ്ത ശാപപ്രവർത്തികൾ നിമിത്തമാണ് എങ്കിൽ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം, യേശു വന്നത് എൻ്റെ ശാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിപ്പാനാണ്. അവൻ എൻ്റെ ശാപങ്ങളെ വഹിച്ചു. നമുക്ക് ആ ക്രൂശിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. എന്നിട്ട് പറയാം, കർത്താവേ, ഞാൻ ഇന്ന കാര്യം ശാപഗ്രസ്തമായി ചെയ്തിട്ടുണ്ട്, ഞാൻ ആ കാരണം കൊണ്ടാണ് ഒരുപക്ഷെ ഈ രോഗം അനുഭവിക്കുന്നത്, എൻ്റെ ദീർഘായുസിൻ്റെ തടസ്സം ഇതാണ്. നമുക്ക് സമ്മതിക്കാം സഹോദരങ്ങളെ. എന്നിട്ട് പറയാം, അവിടുത്തെ രക്തത്താൽ എന്നെ വിശുദ്ധീകരിച്ച അവിടുത്തെ വലിയ കരങ്ങൾക്കായി നന്ദി അപ്പ. രക്ഷിക്കപ്പെട്ട ഒരാളാണ് നിങ്ങളെങ്കിൽ, ആ ശാപഗ്രസ്തത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ ശാപത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുവെങ്കിൽ നമുക്കതിനെ നോക്കിയിട്ട് പറയാം, പിശാചേ, നിൻ്റെ കൈയെടുത്തു മാറ്റ്. ഞാൻ ശാപത്തിൻ്റെ കീഴിലല്ല, ഞാൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, ഞാൻ കൃപയ്ക്ക് കീഴിലാണ്. ശാപത്തിൻ്റെ ശക്തിക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല, മാറിപ്പോ എന്ന് നമുക്ക് പറയാം, എന്ന് വിശ്വാസത്തോടെ കൽപ്പിക്കാം.
ഞാൻ ഉറപ്പായി പറയാം, ദൈവത്തിന് നിങ്ങളെ സ്വതന്ത്രമാക്കാനായി പറ്റും. നിങ്ങൾക്ക് മുകളിൽ ദൈവമാക്കി വച്ചിരിക്കുന്ന അധികാരങ്ങളെ ബഹുമാനിക്കുക. ദൈവജനം പറയുന്നു, ഭർത്താവ് തൻ്റെ വീട്ടിൽ ഒരു പ്രവാചകനെ പോലെയാണ് ആയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ദൈവജനത്തിന് അനുസൃതമായി ബഹുമാനിക്കാനും താഴ്മയിലായിരിക്കുവാനും കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ഈ സിസ്റ്ററുടെ പേര് മേരി ജോസഫ്, എടക്കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഈ സിസ്റ്റർ 9 വർഷമായിട്ടൊരു പ്രശസ്തമായ തുണിക്കടയിൽ വർക്ക് ചെയ്യുകയാണ്. എന്നാൽ ജോലിയെ തുടർന്ന് സിസ്റ്ററിന് ഡിസ്ക് അകൽച്ച ഉണ്ടായിരുന്നു. അത് നിമിത്തം സിസ്റ്ററിന് ഇരിക്കാനോ കിടക്കാനോ സ്റ്റെപ്പ് കയറാനോ പറ്റില്ല. 2 മാസമായിട്ട് ജോലിക്ക് പോയിട്ടില്ല. സിസ്റ്റർ ഡോക്ടറെ കാണാൻ പോയി തിരിച്ചു വരുന്ന വഴി ടൗൺ ഹാളിലെ മീറ്റിങ്ങിൻ്റെ ബോർഡ് കണ്ടു. അന്ന് സിസ്റ്റർ ഇങ്ങോട്ടേക്ക് കടന്നു വന്നു. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചു. അന്ന് സിസ്റ്ററിന് ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. പിന്നെ സിസ്റ്ററിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ സിസ്റ്റർ ഡിസംബർ 1 മുതൽ ജോലിക്ക് കയറി എന്നാണ് പറയുന്നത്. യാദൃച്ഛികത്ത് കയറിയതാണ്. അതെ, ഞാൻ ചാനലിൽ കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ബ്രദറിനെ നേരിട്ട് കാണാൻ ഈശോയെ അനുഗ്രഹിക്കണേ. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ USA പോയി തിരിച്ചു വരുന്ന വഴി ബോർഡ് കണ്ട് ഞാൻ കയറി. ഹസ്ബൻഡിനോട് പോലും പറഞ്ഞില്ല. കുറച്ച് സമയം കഴിഞ്ഞാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ബ്രദർ, ഞാൻ മോളിലായിരുന്നത്, ബ്രദർ ഇങ്ങോട്ട് വരുമോ എന്നറിയില്ല. ഈശോയെ എന്നെ ഒന്ന് തൊടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ബ്രദർ വന്ന് തൊട്ടു. എനിക്ക് അപ്പോൾ തന്നെ സൗഖ്യം കിട്ടി. വലിയൊരു കാര്യമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. 2 മാസം ജോലിക്ക് പോയില്ലെന്ന് പറഞ്ഞാൽ ശരിയാണോ? 2 മാസം ES ലീവായിരുന്നു. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഡോക്ടർ. MRI സ്കാൻ ചെയ്തപ്പോഴാണ് അറിയണം ഡിസ്കിന് കംപ്ലൈൻ്റ് ആണ്, അകൽച്ച. അങ്ങനെ നിന്നിട്ടുണ്ടായതാണ്. അത് പൂർണ്ണമായിട്ടും സൗഖ്യമായി. ബെഡിൽ കയറുമായിരുന്നു. കയറി ഇറങ്ങി വന്നപ്പോൾ ഡിസ്കിൽ അകൽച്ച വന്നെന്നാണ് പറഞ്ഞു. പൂർണ്ണമായിട്ടും സൗഖ്യമായിട്ട് ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഒരു മരുന്നും കഴിക്കണ്ട, നീ എക്സസൈസ് ചെയ്താൽ മതി, നീ പൂർണ്ണമായി സുഖപ്പെട്ടു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. എന്നെ സന്തോഷമല്ലേ? യാദൃച്ഛികത്ത് കയറിയതാണ്. അന്ന് തന്നെ കർത്താവ് സൗഖ്യമാക്കുകയും ചെയ്തു. താങ്ക് യു. സന്തോഷമായിട്ട്. ഇത് എറണാകുളം പബ്ലിക് മീറ്റിംഗ് സീരിയൽ നമ്പർ 16. ജോസഫ് എന്നാണ് ഈ സഹോദരൻ്റെ പേര്. ഇദ്ദേഹം നായരമ്പലത്ത് നിന്ന് കടന്നു വരുന്നു. 2 വർഷത്തിലധികമായിട്ട് ഇദ്ദേഹത്തിന് മൂത്രസംബന്ധമായിട്ട് വലിയ പ്രശ്നമായിരുന്നു. മൂത്രത്തിലുമ്പോൾ കല്ലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ദുസ്സഹമായ വേദന എന്ന് വെച്ചാൽ വളരെ വലിയ വേദന അനുഭവിച്ചിരിക്കുകയായിരുന്നു. ആയുർവേദ ചികിത്സകൾ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ പറയത്തക്ക ഫലമൊന്നും കണ്ടില്ല. ഇദ്ദേഹം ജൂൺ മാസം 3-ാം തീയതി ഹാർവസ്റ്റ് TV-യിൽ ബ്രദറിൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കെ പ്രാർത്ഥിച്ചു. തൽക്ഷണം ആ ദിവസം മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടിലൊന്നും പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഞാൻ അന്ന് ഹാർവസ്റ്റ് TV കഴിഞ്ഞപ്പോൾ സോളി സിസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുവരെയും ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പ്രശ്നമൊന്നും, ചെറിയ പ്രശ്നങ്ങളല്ല, എന്തിനു പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അന്ന് രാവിലെ മുതൽ എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയിപ്പോയിട്ട് മൂത്രമൊഴിക്കാനും പറ്റില്ല, അക്കൂസ പോകാനും പറ്റില്ല, ഒത്തിരി പ്രശ്നങ്ങൾ. അത് പൂർണ്ണമായിട്ട് അന്ന് തന്നെ മാറി. സോളി സിസ്റ്റർ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചു. ആ സമയത്ത് പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോണ്ട് ഓക്കെ ആയില്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. താങ്ക് യു. ഒരു എറണാകുളം പബ്ലിക് മീറ്റിംഗ് സീരിയൽ നമ്പർ 11. ഈ അമ്മച്ചിയുടെ പേര് ആനി ലാസർ എന്നാണ്. ഈ അമ്മച്ചി പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. ഈ അമ്മച്ചിയുടെ മകനുണ്ടായ ഒരു അത്ഭുത വിടുതൽ പറയുവാൻ വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. മകൻ്റെ പേര് എൽദോ എന്നാണ്. ഈ മകന് 28 വയസ്സുണ്ട്. ഈ അമ്മച്ചി നമ്മളോട് പറയുകയാണ്, 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ മകൻ മദ്യപാനിയായിരുന്നു. ഇത് മദ്യപാനോ? യെസ്, മദ്യപാനിയായിരുന്നു, പുകവലി ശീലത്തിന് അടിമയായിരുന്നു. എന്നാൽ നമ്മുടെ മീറ്റിങ്ങിൽ ഈ അമ്മച്ചിയും മകനുമായി കടന്നു വന്നു. അമ്മച്ചി പറയാണ്, 28 വയസ്സുണ്ട് മകനിപ്പോൾ. ആ മദ്യപാന ശീലത്തിൽ നിന്നും പുകവലിയിൽ നിന്നും കർത്താവ് പൂർണ്ണമായൊരു വിടുതൽ കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരു വലിയ കാര്യമാണ്. ദൈവം മനസ്സുകളെ വ്യത്യാസപ്പെടുത്താൻ പറ്റും. അത് വലിയ കാര്യമാണ്. അത് മാത്രമല്ല ബ്രദറെ, ഈ മകനൊരു ജോലി ഇല്ലായിരുന്നു, അതും കർത്താവ് കൊടുത്തു എന്നാണ് അമ്മച്ചി സാക്ഷി. പറഞ്ഞാട്ടെ. ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവൻ ഈ കൂട്ടുകെട്ടിൽ വെള്ളം അടിച്ച് ജോലിക്കൊന്നും പോവില്ല. ഭയങ്കര ഭാരമായിരുന്നു എനിക്ക്. ഒരു സഹോദരി പറഞ്ഞാണ് ഞാൻ ഇവിടെ സെപ്റ്റംബർ മാസം 8-ാം തീയതി ഇവിടെ വന്നത്. എനിക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് അധികം പ്രാർത്ഥിച്ചത്. ഞാൻ വീട്ടിൽ ചെന്ന് രാത്രി 9 മണിയായപ്പോൾ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോന് പുറത്തേക്ക് കൊണ്ടുപോകാൻ
മുളച്ചിരിക്കിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. മോൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറിയോ? മദ്യപാനം ഇപ്പം അവൻ പുറത്തേക്ക് പോയി, അവിടെ കുഴപ്പമൊന്നുമില്ല എന്നാണ് വിളിച്ചു പറഞ്ഞവൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവെ മോന് കൊടുത്ത വിടുതലിനായി നന്ദി. സന്തോഷമായിട്ട് പോയട്ടെ. എറണാകുളം പബ്ലിക് മീറ്റിംഗ് സീരിയൽ നമ്പർ 1. ഈ അമ്മച്ചിയുടെ പേര് വനജ കുഞ്ഞുമോൻ എന്നാണ്. ഈ അമ്മച്ചി വാഴക്കാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ഈ അമ്മച്ചിക്ക് 11 വർഷത്തിന് അധികമായിട്ട് ഈ അമ്മച്ചിക്ക് തലയ്ക്കൊരു മരവിപ്പുണ്ടായിരുന്നു. അത് മാത്രം 11 വർഷത്തിലധികമായി തലയ്ക്ക് മരവിപ്പുണ്ട്. അതുപോലെ ശരീരം പുകയുന്നൊരു അനുഭവമുണ്ട്, ശ്വാസം മുട്ടലുണ്ട്, ചൊറിച്ചിലുണ്ട്, വയറ്റിനകത്ത് എരിച്ചിലുണ്ട്. ഒരു കൂട്ടം അസ്വസ്ഥതകൾ ഈ 11 വർഷത്തിലധികമായിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ അഞ്ചലിലെ ഡെലിവറൻസ് മീറ്റിങ്ങിൽ ഈ അമ്മച്ചി വിശ്വാസത്തോടെ കടന്നു വന്നു. അന്ന് കർത്താവ് തൊട്ടു. പിന്നെ ഇതുവരെയും അങ്ങനെ ശരീരത്തിലുള്ള ഒരു അസ്വസ്ഥതകളുമില്ല. കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കിയിരിക്കുന്നു എന്നാണ് ഈ അമ്മച്ചി സാക്ഷീകരിക്കുന്നത്. ക്യാമ്പിന് വന്നപ്പോൾ പൂർണ്ണമായിട്ടും സൗഖ്യമായോ? സൗഖ്യം. എനിക്ക് പിന്നെ അതുകൂടാതെ കയ്യിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മുഴ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ബ്രദറ് മുഴയുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നേരം അപ്പോൾ ഞാനവിടെ വീണു. അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേന് എനിക്ക് ഒരുപാട് ശരീരത്തിന് സുഖം, തലയുടെ കെട്ടൊക്കെ കഴിയുന്നത് പോലെ തോന്നി. ശരീരത്തിന് ഇപ്പോൾ നല്ല സുഖമുണ്ട്. മഴയൊക്കെ പോയോ? അവിടെയൊക്കെ മഴയുണ്ടായിരുന്നു. ഒന്ന് കൈയടിച്ചൊരു ഹാമിയൻ പറഞ്ഞേ. എൻ്റെ പേര് ഗോപി എന്നാണ്, പുതുക്കാടുന്ന വരുന്നത്. തൻ്റെ മകൻ ഗിൽബർട്ട് കാനഡയിൽ പഠിക്കുകയാണ്. പക്ഷേ ഫീസ് അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനെ വളരെ ഭാരത്തോടെ ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. ബ്രദർ ഇങ്ങനെ ദൂത് പറഞ്ഞു, കർത്താവ് ഒരു സാമ്പത്തിക വലിയ നന്മ ഒരുക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ചേട്ടൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത് അവിടുത്തെ മറ്റേത് ഇവിടെ ബാങ്ക് കൊടുത്തില്ലെങ്കിൽ അതുപോലെ തന്നെ അവിടെയും ഗുണ്ടായിസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം 6 ലക്ഷത്തോളം ഫീസ് കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുവാൻ കർത്താവ് കൃപ കൊടുത്തു. സർട്ടിഫിക്കറ്റ് കിട്ടുകയും മാർക്ക് കൂടിയതുകൊണ്ട് 1 ലക്ഷം രൂപ തൻ്റെ മകൻ അവർ കൊടുക്കുകയും ചെയ്തു എന്നാണ് ബ്രദർ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. വലിയ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവം സാമ്പത്തിക കാര്യത്തിലൊരു നീക്കുപോക്ക് തുടങ്ങുവാ. ചെറുതായിട്ട് തുടങ്ങി. കൈയടിച്ചൊരു ഹാമിയൻ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അവിടുത്തെ നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ. ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കുവാനും അനുഗ്രഹത്തിന് കാരണമാവുന്ന പ്രവൃത്തികളെ ചെയ്യുവാനും കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അപ്പാ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൂടാതെ, സഹായം കൂടാതെ ഞങ്ങൾക്ക് ഒന്നിനെയും അതിജീവിക്കുവാൻ കഴിയത്തില്ല അപ്പാ. കർത്താവെ അവിടുത്തെ സഹായം, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ രോഗികളായിരിക്കുന്നവർ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് കർത്താവെ അവിടുന്ന് നിറച്ചാട്ടെ, സൗഖ്യമാക്കിയാട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ കഴുത്തിന് താഴെയായിട്ട് ഒരു സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായി. കഴുത്തിന് താഴെയായിട്ട് അത് ഒരു മുറിവ് പോലെ, അത് ഉണങ്ങാത്തായിരിക്കുന്ന ഒരു പ്രയാസത്തോടായിരിക്കുന്ന വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. നാളുകളായിട്ടുള്ള പ്രയാസമാണ്, അതിന് പല മെഡിസിൻസും ഉപയോഗിച്ചിട്ടും അതിന് ശാശ്വതമായൊരു പരിഹാരമില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, ചെവിയിൽ ഒരു സ്കിൻ ഡിസീസായിട്ട് ചെവിയുടെ മടക്കുകൾ പൊട്ടുന്ന ഒരു പ്രയാസത്തോടായിട്ട് ആയിരിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ആ വ്യക്തി സൗഖ്യമാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാവട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ തലയിൽ സോറിയാസിസ് ആയിട്ട് ഭാരപ്പെടുന്ന വ്യക്തികളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ അവിടുത്തെ പ്രവൃത്തികൾ കൊണ്ട് നിറച്ചാട്ടെ അപ്പാ. യേശുവെ അവിടുത്തെ കരുതൽ ആ വ്യക്തികളുടെ മേലുണ്ടാവട്ടെ അപ്പാ. കർത്താവെ ശാപത്തിന് കാരണമാവുന്ന എല്ലാ പ്രവൃത്തികളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ അപ്പാ. ഇനി ദൈവത്തിൻ്റെ നന്മയും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ഉണ്ടായി വരട്ടെ അപ്പാ. ദൈവസ്നേഹത്താൽ കർത്താവെ അവിടുത്തെ വചനത്താൽ നടത്തപ്പെടുന്ന കർത്താവെ ഒരു തലമുറ ഉണ്ടായി വരട്ടെ അപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ പ്രവൃത്തി ഉണ്ടാകണമേ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
നാളെ ഇനി കാണും വരെയും കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.